ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഞങ്ങളൊരു വീഡിയോ ചെയ്തു. പ്രേക്ഷകർക്ക് യാതൊരുവിധ നിരാശയ്ക്കും ഇടം നൽകാതെ ഈ തുടരും കാണാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നുള്ള അവകാശവാദം. വേറൊരു കാര്യം കൂടി അവർ പറയാതെ പറഞ്ഞിട്ടുണ്ട്. തുടരും എന്നുള്ള പേരിടുമ്പോൾ തന്നെ ഈ തുടരും എന്ന് പേരിടാൻ കാരണം ഈ സിനിമയ്ക്ക് ഒരു തുടർച്ചയുണ്ട്. അത് വെങ്കന്തരെയാണ് അവർ പറഞ്ഞിരിക്കുകയാണ് ടൈറ്റിൽ തുടരും എന്നുള്ളത്. ഞാൻ അറിഞ്ഞിടത്തോളം നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന ട്രീറ്റ്മെൻറ്റാണ് തുടരും എന്ന സിനിമയിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഭനയുടെ കഥ ലളിത, അങ്ങനെ സുഖകരമായി പോകുന്നൊരു ഫാമിലിയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. അപ്പം നിങ്ങൾ ചോദിക്കുന്നെന്താ ഇതിപ്പോൾ ഈ പറഞ്ഞ കഥ പറയണ്ട, കാരണം ഈ കഥ പറഞ്ഞു പോകുന്നത് എവിടെയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ജോർജ് കുട്ടിയിലേക്കാണോ പോകുന്നത് എന്ന് ചോദിക്കും. ദൃശ്യത്തെ കവച്ച് വെക്കുന്ന ഒരു സിനിമയായിരിക്കും. സൈലൻ്റായി വന്നുകൊണ്ട് ഒരു സിനിമയാണ് ദൃശ്യം, അല്ലേ? സിനിമ സൈലൻ്റ് ഒരു പബ്ലിസിറ്റി ഉണ്ടായില്ല. പക്ഷെ അത് കയറി കൊളുത്തിയില്ലേ? അത് കയറി കൊളുത്തിപ്പോൾ എത്ര ഭാഷയിൽ വന്നു, എത്ര ഭാഗം വന്നു എന്നതുപോലെ തന്നെ അതിനൊരു പാരലായിക്കൊണ്ട് ഈ തുടരും ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. നിങ്ങൾ തിയേറ്ററിൽ പോവുക, സിനിമ കാണുക, ആസ്വദിക്കുക. ഇപ്പോൾ ഈ സിനിമ കണ്ടു. ഈ സിനിമ കാണാൻ പോയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമുക്ക് പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. മോഹൻലാലിനോടൊപ്പം കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുട്ടികളും മാത്രമല്ല, അവരുടെ അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശിമാരും എല്ലാവരും കൂടിയാണ് സിനിമ കാണാൻ വരുന്നത്. ഈ സിനിമയിലെ എല്ലാവിധ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി തമാശയുണ്ട്, ആക്ഷനുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, വിവിധ മറ്റ് മോഹൻലാലിന് മാത്രം സാധിക്കാവുന്ന ചില വിചാരങ്ങളുണ്ട്, സംവിധാന ശൈലിയുണ്ട്, പുതുമയായ വില്ലന്മാരുടെ അത്യുജ്വലമായ അഭിനയമുണ്ട്, പിന്നെ പ്രകൃതി ഭംഗി നിറഞ്ഞൊരു സിനിമ. ഇതെല്ലാം കൂടി സമയം പോകുന്നത് അറിയുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞോ? അലുവ കഴിക്കുന്നത് പോലെ, അയ്യോ ഇത്രയും പെട്ടെന്ന് തിന്നു കഴിഞ്ഞോ എന്ന് ചോദിക്കുന്ന പോലെ ഈ സിനിമ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഈ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ നടക്കാൻ വയ്യെങ്കിലും മക്കളുടെയോ കൊച്ചുമക്കളുടെയോ കൈക്ക് പിടിച്ചുകൊണ്ട് ആവേശപൂർവ്വമാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. ആ തിയേറ്ററിലേക്ക് ആവേശപൂർവ്വം പോകുന്ന അവരെ മാത്രമായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. കാരണം സിനിമ കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു ആവേശമുണ്ട്. കാരണം അവർക്കും ഒരു ചെറുപ്പമുണ്ടായിരുന്നു. ആ ചെറുപ്പത്തിലെയും അവർ സിനിമ കണ്ടിട്ടുണ്ട്. അന്നും അവർ മോഹൻലാലിൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്. ആ ഒരു ആവേശം ഇപ്പോഴും അവരിൽ കാണാൻ കഴിഞ്ഞു. മാത്രമല്ല, ഞാൻ രണ്ടാമത് കാണാൻ പോയ ദിവസം സ്ത്രീകളുടെ പ്രവാഹം തന്നെയാണ്. പുരുഷന്മാർ വളരെ കുറവായിരുന്നു ആ ഷോയ്ക്ക് എന്നാലോചിക്കണം. സ്ത്രീകളാണ് ഇടിച്ചു കയറി വരുന്നത്. അത് ഒരു ദിവസമല്ല, ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇത്രമാത്രം സ്വാധീനിക്കാൻ എന്താണ് കഴിയുന്നത്. അപ്പോൾ ഇൻ്റർവെല്ലിന് ശേഷം വരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം വരുമ്പോൾ എന്താ, ഈ ഇരിക്കുന്ന പ്രായമായ സ്ത്രീകൾ ഈ മോഹൻലാലിനെയും കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കും. ജോർജ് സാറാണല്ലോ ഇപ്പോൾ തരംഗം. ആ തരംഗമായ ജോർജ് സാറിൻ്റെ പ്രവർത്തികൾ, ജോർജ് സാറിനൊപ്പം നിൽക്കുന്ന നമ്മുടെ കുതിരവട്ടം പപ്പുവിനവൻ ബിനു പപ്പൻ്റെ പ്രകടനങ്ങൾ, അതായത് ഒരു കുടുംബത്തെ തകർക്കുന്ന രീതിയിലുള്ള കണ്ടപ്പോൾ ഈ സ്ത്രീകളടക്കം വിളിച്ച് അടിക്കില്ലാലേട്ടാ. അതായത് ഈ ദുഃഖം പുറത്ത് പറയാൻ പറ്റാത്ത, ഭാര്യയോട് പറയാൻ പറ്റാതെ, ഇത് പുറം ലോകം അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുളിമുറിയിൽ ചെന്നുകൊണ്ടുള്ള സീൻ. അവിടെ ലാലറിയാതെ ചുമരിലിങ്ങനെ ചാരി നിന്നുകൊണ്ട് പെട്ടെന്ന് വീഴുന്നൊരു സീനുമുണ്ട്. അപ്പോൾ വീഴുന്നു, അയ്യോ അയ്യോ എന്ന ശബ്ദമാണ് ഈ സ്ത്രീകളിൽ നിന്ന് കേട്ടത്. അതിന് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഷൂട്ടിംഗ് സമയത്ത് ലാല് ഇങ്ങനെ വീണപ്പോൾ കട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് അവിടെ, സംവിധായകൻ അടക്കമുള്ളവർ. കാരണം അത് ലാലിൻ്റെ ഒരു നമ്പറാണ്. ലാല് അറിയാതെ വീണു എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ ലാല് പല രംഗങ്ങളിലും പല സിനിമകളിലും ഇങ്ങനെ അറിയാതെ ഞെട്ടിപ്പിക്കുന്ന സീനുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും ഒറിജിനാലിറ്റിയോടെ മോഹൻലാൽ ചെയ്തു. ഈ സിനിമയുടെ ഒരു പ്രത്യേക ഘട്ടങ്ങളിലെല്ലാം കയ്യടി വാങ്ങിക്കൊണ്ട്, വെറുതെ കയ്യടിക്കല്ല. ഇപ്പം കുറേ കാലമായിട്ട് മോഹൻലാലിനെ ഇങ്ങനെ കാണാൻ
പറ്റിയതിലുള്ള സന്തോഷം പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. ആ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ തന്നെ അറിയാതെ പെട്ടെന്ന് കൈയടിച്ച് പോകുന്ന സാധനം ഒരു രംഗമാണ് മോഹൻലാൽ മതിൽ ചാടും. വെറും മതിൽ ചാട്ടമല്ല, മോഹൻലാൽ ഒരു കൈ കുത്തിയെന്നുകൊണ്ടുള്ള ചാടുന്ന ജമ്പിങ് ഉണ്ട്. അത് മോഹൻലാലിൻ്റെ ഒരു സ്പെഷ്യൽ സംഭവമാണത്. നമുക്ക് അന്ന് ആ പനി പിടിച്ച് വിറച്ച് കിടക്കുന്നൊരു സമയമായിരുന്നു ലാൽ ആ സ്റ്റണ്ട് അഭിനയിക്കുന്ന സമയത്ത്. അന്ന് രഞ്ജിത്ത് പറഞ്ഞു, ലാലേട്ടാ നമുക്കിത് മാറ്റി വെക്കാം, നിങ്ങൾ അസുഖം മാറട്ടെ എന്നുള്ളത്. അന്ന് ലാൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഇനി വീണ്ടും ഈ ലൊക്കേഷനിലേക്ക് വരണം, ഈ ആർട്ടിസ്റ്റുകൾ വിളിക്കണം, ഇതിൻ്റെ ചിലവ് കൂടും. അന്ന് എടുക്കുമ്പോൾ പക്ഷേ ഈ മൂഡ് കിട്ടണമെന്നില്ല. മാത്രമല്ല അന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതുകൊണ്ട് പനിയല്ലേ, പനിയെങ്കിൽ പനി അത് ചെയ്യാം. ആ പനിക്കിടയിലാണ് ഈ സ്റ്റണ്ട് ചിത്രീകരിച്ചത്, ഇത്രയും മനോഹരമാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ ലാലിന് ക്ലാപ്സ് കൊടുക്കും. അതായത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അത്തരം രംഗങ്ങൾ ചിത്രീകരിച്ചത്. ഈ 65-ാം വയസ്സിൽ പോലീസ് സ്റ്റേഷൻ്റെ മതിൽ ചാടുന്ന രംഗം തുടരും കാണിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ മാത്രമാണ് ഈ സിനിമയുടെ വിജയശില്പി എന്നല്ല പറയുന്നത്. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരു സിനിമ വിജയിക്കില്ല. ഒരു നല്ല തിരക്കഥ വേണം. സംവിധായകൻ ഇത്തിരി വിവരമുള്ള ആളാവണ്ടേ, അതും വേണം. തരുൺമൂർത്തി താൻ നല്ലൊരു സംവിധായകനാണ് എന്ന് മുൻകാല ചിത്രങ്ങളിലൂടെ തെളിയിച്ച ചെറുപ്പക്കാരനാണത്. പക്ഷേ ഒരു ഹിറ്റ്, ഇത്രമാത്രം ഹിറ്റ് ഒരു സിനിമയൊന്നും തരുൺമൂർത്തി ചെയ്തിട്ടില്ല. പിന്നെ നിർമ്മാതാവ് രഞ്ജിത്ത് സിനിമ അരച്ച് കലക്കി കുടിച്ച് പ്രൊഡക്ഷൻ സൈഡിലൂടെ വന്ന ചെറുപ്പക്കാരനാണ്. ഇപ്പം ചെറുപ്പമല്ല കേട്ടോ, ഇച്ചിരി പ്രായമായി, ഒരച്ഛനും പ്രായമായ മകളുണ്ട്. അപ്പം അങ്ങനെ നല്ല സിനിമയെ സ്നേഹിക്കുന്നതാണ് രഞ്ജിത്ത് ഒരേ സമയം സിനിമയും സീരിയലുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു രഞ്ജിത്ത് അടക്കമുള്ളവർ പിന്നെന്താ പുതിയൊരു നടനെ പ്രസൻറ്റ് ചെയ്തില്ലേ, ഇപ്പോൾ നമ്മുടെ ജോർജ് സാർ എന്ന് പറഞ്ഞ ആൾ അല്ലേ, പാർട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തത് 200 കോടി അവർ തന്നെ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസറോ അതിൻ്റെ സംവിധായകനോ ഒന്നും ഇത്രയും ആവശ്യം. അവരെക്കാൾ മീതെ നിങ്ങൾക്ക് ഇത്രയും താല്പര്യം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചവരുണ്ട്. പിന്നെ വന്നില്ലേ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് 200 കോടി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞത് കള്ളമല്ലല്ലോ. ഞങ്ങളോട് ഇങ്ങനെ വിളിച്ച് പറയണമെന്ന് പറയാൻ മോഹൻലാൽ പറഞ്ഞിട്ടല്ലല്ലോ, അല്ലെങ്കിൽ ഇത് നിർമ്മാതാവ് രഞ്ജിത്ത് പറഞ്ഞിട്ടല്ലല്ലോ. ഈ സിനിമയെക്കുറിച്ച് വിവാദങ്ങളില്ല. ഒരേ ഒരു അഭിപ്രായം, ഒരേ ഒരു ചിന്താഗതി, അത് നല്ല സിനിമ, കുടുംബസമേതം അശ്ലീലം തൊടിയിക്കാതെ പോയ സിനിമ, മോഹൻലാലിനെ ഞങ്ങൾ പ്രേക്ഷകർക്ക് 5 വർഷത്തിലേക്ക് തിരിച്ചു കിട്ടിയ സിനിമ. അതുകൊണ്ടാണല്ലോ മോഹൻലാൽ ഇത്ര പ്രായമായിട്ട് പോലും പഴയ മതിൽ ചാട്ടം മറക്കാതെ ആ മതിൽ ചാടുന്ന സമയത്ത് പോലും മോഹൻലാലിൻ്റെ എതിരായ ആൾക്കാർ പോലും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ സിനിമ ഒരു പ്രാവശ്യം കാണണം. സിനിമയെ സ്നേഹിക്കുന്നവർക്ക് എന്നും അഭിമാനിക്കാൻ ഒരു നല്ല സിനിമ തന്നിരിക്കുന്നു. അതിൽ ലാലിനോട് പ്രത്യേകിച്ച് നന്ദി പറയാം, ജോർജ് സാറായിട്ട് അഭിനയിച്ച മാന്യ സുഹൃത്തിനോട് നന്ദി പറയാം, പോലീസായിട്ട് അഭിനയിച്ച ബിജുവിനോട് നന്ദി പറയാം. എന്തിന് ശോഭനയ്ക്ക് പോലും കൊടുത്ത വേഷം ഭംഗിയായിരിക്കുന്നു. ശോഭനയുടെയും മോഹൻലാലിനെയും മക്കളെ അഭിനയിച്ച 2 പേരും അതും അതിമനോഹരമായിരിക്കുന്നു. ഇത് മാത്രമല്ല, മണിയും പിള്ള രാജു അടക്കമുള്ളവരുണ്ട്. ആരും മോശമായിട്ടില്ല, ഒന്നും കളയാനില്ല. അതാണ് ഈ 5 വർഷത്തിന് ശേഷം മോഹൻലാൽ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ തുടരും എന്ന സിനിമയെക്കുറിച്ച് രണ്ടാമത് കണ്ട എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ മൂന്നാമതും ഞാൻ ഈ സിനിമ കാണുമായിരിക്കാം, അപ്പോൾ അതേക്കുറിച്ച് പറയാം. ഞാനിപ്പോൾ മറ്റൊരാൾ ചോദിച്ച പോലെ ലൂസിഫറിന് ഞാൻ 100 മാർക്ക് കൊടുത്തു, എമ്പുരാന് ഞാൻ 50 മാർക്ക് കൊടുത്തതിൻ്റെ തെറിവ് കാര്യങ്ങളൊക്കെ കുറേ ഞാൻ കേട്ടതാണ്. പക്ഷെ അന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ 50 മാർക്ക് കൊടുത്തതിൽ ഒരു ഖേദവും എനിക്കില്ല. അപ്പോൾ ചോദിക്കും, ഈ സിനിമയ്ക്ക് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? 100-ൽ കൂടുതൽ മാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാറുള്ളൂ. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ലാലിനെ കുറേ കാലമായിട്ട് അഭിനയത്തിൽ സിനിമയിൽ ഒരു സ്വാതന്ത്ര്യവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 5 വർഷം മുമ്പുള്ള ലാലിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ലാല് അങ്ങനെയുള്ള റോള് കിട്ടിയപ്പോൾ അത് ശരിക്ക് ആർമാദിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഒറ്റയാൻ എന്നൊക്കെ കേട്ടില്ലേ, ഒരു ഒറ്റയാൻ വരുന്ന പ്രീതിയാണ് നമുക്ക് ആ സിനിമയിൽ കാണുന്നത്. ശരിക്ക് അങ്ങനെ ആർമാദിച്ച് അഭിനയിച്ചിരിക്കുകയാണത്, ഒരു വിലക്കുകളുമില്ലാതെ.
തമാശയ്ക്ക് തമാശ പറയുന്നുണ്ട്. സെൻറ്റിമെൻറ്റ്സ് രംഗങ്ങൾ വരുമ്പോൾ പ്രേക്ഷകരായ നമ്മുടെ കണ്ണുകൾ പോലും നിറഞ്ഞു പോകുന്നത് കാണുന്നില്ലേ? ആ കണ്ണുകൾ നിറയ്ക്കാൻ ഒരു അവസരം കൊടുക്കുമ്പോൾ തന്നെ ആണുങ്ങൾ ഇങ്ങനെ കരച്ചിൽ വരുമ്പോൾ പെണ്ണുങ്ങൾ എങ്ങനെയായിരിക്കും കരയുക എന്നുള്ള ഒരു കൂട്ടൽ കരച്ചിലിൻ്റെ രംഗമുണ്ടാക്കാൻ പോലും മോഹൻലാലിന് സാധിച്ചെങ്കിൽ അത് ഈ സിനിമയുടെ വൻ വിജയം തന്നെയാണ്, അല്ലേ?